Good afternoon. Good afternoon. Okay. നമ്മളെ ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ വരെയല്ലേ എടുത്ത് നിർത്തിയേ? ഓക്കെ. ഇത് വായിച്ചൊക്കെ തുടങ്ങിയോ? ഓക്കെ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ 2 ലോ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? എന്തായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ലോ 2 ലോ എന്തായിരുന്നു ഹരിത? എന്തായിരുന്നു 2 ലോ? hazardous waste, non-hazardous waste. ആണോ മാം? അതാണല്ലോ. ആണോ? അല്ല. അല്ല. പിന്നെന്തായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റും ബയോമെഡിക്കൽ വേസ്റ്റ് സെപ്പറേറ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് കളക്ഷൻ. ടെക്സ്റ്റ് ബുക്ക് വായിച്ചായിരുന്നോ? വായിച്ചു. ഇതിനെ പറ്റിയൊന്നും പറയുന്നില്ലല്ലോ, കറക്റ്റ് അല്ലല്ലോ പറയുന്നത്. വായിച്ചിട്ടില്ല അല്ലേ? റസിയ സജിൻ. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ലോ? 2 ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റസിയ സജിൻ. ഭീമ നൗഷാദ്. Yes, ma'am. എന്തായിരുന്നു ലോ? മാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. വെക്കേഷനൊക്കെ ആയിരുന്നില്ലേ? ക്ലാസ് ഉണ്ടായിരുന്നോ? ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, ഫ്രാക്ചർ കാല്. ഓക്കെ. എവിടെയായിരുന്നു ഫ്രാക്ചർ? നീ. ഓക്കെ. കണ്ടിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പോ റെസ്റ്റിലാണ്. 2 മാസം ലാസ്റ്റ് ഇടണം. ഓക്കെ. എങ്ങനെ സംഭവിച്ച? വണ്ടി ചർക്കി. വണ്ടി ഇടിച്ചതാണോ? വണ്ടി ചർക്കിയിട്ട് സൈഡിലോട്ട് മറിഞ്ഞതായിരുന്നു. അപ്പം വണ്ടി കാലിലായിപ്പോയി. കാല് വണ്ടിയുടെ അടിയിലായിരുന്നു. ഓക്കെ ഓക്കെ. കുറെ കണ്ടിട്ടില്ല തീർന്നതിന്. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കാണാം കേട്ടോ. റെക്കോർഡിംഗ് ക്ലാസ്. ഓക്കെ മാം. ഫാത്തിമ പറഞ്ഞോളൂ. Yes, ma'am. Biomedical waste shall not be combined with other waste. First law. Second law. Hello. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്.
First law, biomedical waste shall not be combined with other waste. Second law, biomedical waste shall be separated into containers or bags at the point of generation prior to its storage, transportation, treatment, and removal. ഓക്കെ, അതിന്റെ മലയാളത്തിൽ പറഞ്ഞേ എന്താണ് രണ്ട് ലോയും എക്സ്പ്ലെയിൻ ചെയ്ത്. അതായത് ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് അതർ വേസ്റ്റ് ആയിട്ട് കമ്പൈൻ ചെയ്യരുത്. പിന്നെ രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ഓരോ വേസ്റ്റും സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലോ ബാഗിലോ ആയിട്ട് സ്റ്റോർ ചെയ്യണം. അതായത് ഓരോ വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ കണ്ടെയ്നേഴ്സിൽ വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, കേട്ടോ ഹെദ? കേട്ടോ? യെസ് മാം, യെസ് യെസ്. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇടയ്ക്കെങ്കിലും ഒന്ന് വായിച്ചു നോക്കാട്ടോ എല്ലാവരും. റെക്കോർഡിംഗ് ക്ലാസ് കാണാൻ പറ്റാത്തവര് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഇല്ലാത്തവര് റെക്കോർഡിംഗ് ക്ലാസ് കണ്ടിട്ട് മാത്രം മറ്റു ക്ലാസ്സിൽ ഇരിക്കുക, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ചിലപ്പോ ഇപ്പൊ ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവരൊക്കെ കറക്റ്റ് ആയിട്ട് കാണാട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ്. എങ്ങനെയാണ് ആ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോ സെക്ഷൻ വൈസ് അതിന്റെ പ്രോസസ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ വേസ്റ്റ് ലൈക്ക് body parts, organs, tissues, blood and body fluids along with the solids like linen, cotton, bandage and plaster cast from infected and polluted area are important to be properly gathered, separated, stored, moved, handled and disposed of in such safe approaches to avoid nosocomial and or hospital developed illness. അപ്പൊ എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? ഹോസ്പിറ്റൽ വേസ്റ്റുകൾ അല്ലെ, എത്തരത്തിലുള്ള ഹോസ്പിറ്റൽ വേസ്റ്റുകളാണ്? ബോഡി പാർട്സുകള്, ഓർഗൻസ്, ടിഷ്യൂസ്, ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, ലിനൻ, അതുപോലെ തന്നെ കോട്ടൺ, ബാൻഡേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ വേസ്റ്റില് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ്? ഇൻഫെക്റ്റ് അല്ലെങ്കിൽ പല രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളവയാണ്. അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർലി നമ്മൾ ഗ്യാദർ ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത്, സ്റ്റോർ ചെയ്ത്, മൂവ് ചെയ്ത്, ഹാൻഡിൽ ചെയ്ത്, ഡിസ്പോസൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള കാരണം? ഇങ്ങനെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള കാരണം എന്തായിരിക്കും? നമുക്ക് പലതരത്തിലുള്ള അല്ലെ ഹോസ്പിറ്റൽ വേസ്റ്റുകൾ കൊണ്ട് തന്നെ ഇൻക്രീസ് ആവുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസസുകൾ ഉണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് ഡിസ്പോസൽ ചെയ്ത് കളയുന്നത്. ഓക്കെ, ഇനി അതിന്റെ പ്രോസസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് വേസ്റ്റ് കളക്ഷൻ ആണ്. ഇല്ലേ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആവുന്ന സാഹചര്യത്തിലൊക്കെ നമ്മള് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇപ്പോ സെപ്പറേറ്റ് ആയിട്ട് എന്താണ് വേസ്റ്റ് ബാസ്കറ്റ് വെക്കും അല്ലെ, ഫുഡിന്റെ ഐറ്റംസ് ഇടാനായിട്ടും അതുപോലെ തന്നെ മറ്റു അതർ വേസ്റ്റുകൾ ഇടാനായിട്ടുള്ള, അതുപോലെ തന്നെ ഡൈപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതും വേസ്റ്റ് ആയിട്ട് ഇടാനായിട്ട് ഒരു യെല്ലോ പ്ലാസ്റ്റിക് കവർ തരും അതൊക്കെ ഇടാനായിട്ട്. അങ്ങനെ എന്താണ് ഇങ്ങനെ സെപ്പറേറ്റ് ബാഗുകളിലാക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് കുറവാണ്. അത് കറക്റ്റ് ആയിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഡിസ്പോസൽ ചെയ്ത് കളയാനായിട്ട് ഈസിയുമാണ്. നോക്കാം. വേസ്റ്റ് കളക്ഷൻ. വേസ്റ്റ് കളക്ഷൻ ഈസ് എ സ്റ്റെപ്പ് ഇൻ ദ പ്രൊസീജിയർ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, വേസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അല്ലെ. വേസ്റ്റ് കളക്ട് ചെയ്യണം എന്നുള്ളത് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊസീജിയറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. മൂവിംഗ് സോളിഡ് വേസ്റ്റ് to the point of treatment and the landfill from the point of usage and disposal. അപ്പൊ എന്താണ് എല്ലാ വേസ്റ്റുകളും നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ
കളക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ കളക്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ഡിസ്പോസലിന് വിധേയമാക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഡിസ്പോസൽ ചെയ്ത് ഓരോ വേസ്റ്റുകളും കളക്ട് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. താഴെയുള്ള ബോക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഓരോ സെപ്പറേറ്റ് ബാഗുകളിലാക്കിയിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഡിസ്പോസൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഡിസ്പോസൽ ചെയ്ത് കളയുന്നുണ്ട്. ഇനി എന്താ സഗ്രിഗേഷൻ. എന്താണ് സഗ്രിഗേഷൻ എന്ന് പറഞ്ഞാല്? എന്താ സഗ്രിഗേഷൻ? സെപ്പറേറ്റ് ആക്കുക അല്ലെങ്കിൽ വേർതിരിക്കുക അല്ലെ? വേർതിരിക്കുക അല്ലെങ്കിൽ തരം തിരിക്കുക. ഓക്കെ. Segregation makes it simple to stop the spread of illness, make it simple to choose from the disposal choice, and can lessen the burden on the worst treatment system and protect against injuries. എന്താണ് ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സഗ്രിഗേറ്റ് ചെയ്ത് അല്ലെ വേസ്റ്റുകളെ ആദ്യം നമ്മൾ കണക്ട് ചെയ്യും. അതിനുശേഷം സോർട്ട് ഔട്ട് ചെയ്ത് തരംതിരിച്ച് സെപ്പറേറ്റ് ബാഗുകളിലാക്കിയിട്ട് നമ്മൾ ഓരോ വേസ്റ്റുകളും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ലേബൽ ചെയ്ത് പ്രത്യേക കണ്ടെയ്നറുകളിലാക്കിയിട്ട് നമ്മൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാ എന്റെ ക്ലാസ്സിൽ നിന്ന്? ഇല്ല അല്ലെ? പൂർണ്ണ ശക്തിയോടെ ഞാൻ വരും. ഓക്കെ.
പെട്ടെന്ന് ഷട്ട് ഡൗൺ ആയി പോയതാണ്ടാ. കാലിവിടെ സിറ്റിയിൽ മുട്ടി പെട്ടെന്ന് ഷട്ട് ഡൗൺ ആയി പോയി. അതുകൊണ്ടാണ്, സോറി. അപ്പോ നമ്മൾ പറഞ്ഞ എന്താ സഗ്രിഗേഷൻ അല്ലെ. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്ത് നമ്മള് എന്താണ് വേസ്റ്റുകളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് തരംതിരിച്ചുകൊണ്ട് സെപ്പറേറ്റ് ബാഗുകളിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലേബൽ ചെയ്ത് സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് എന്താ ഡിസ്പോസൽ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ഒരു ബോക്സ് കണ്ടില്ലേ നിങ്ങള്? ബോക്സ് കണ്ടോ? എന്തൊക്കെയാ അവിടെ കാണുന്നത്? വേസ്റ്റ് കാറ്റഗറി ഉണ്ട്, പിന്നെന്താ ടൈപ്സ് ഓഫ് വേസ്റ്റ്, കളർ ആൻഡ് ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ് അല്ലെ ആ ബോക്സിൽ കാണുന്നത്. അപ്പൊ ഓരോ കാറ്റഗറി 10 കാറ്റഗറി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 10 കാറ്റഗറി ആയിട്ടാണ് വേസ്റ്റുകളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഓരോ കാറ്റഗറി നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറി എന്താ? ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ് അല്ലെ. ഹ്യൂമന്റെ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ് ഒക്കെയാണ് ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഏത് തരത്തിലുള്ള കണ്ടെയ്നേഴ്സിലാക്കിയിട്ടാണ്, ഏത് കളർ കണ്ടെയ്നേഴ്സിലാക്കിയിട്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗുകളിലാണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് കാറ്റഗറി അനാറ്റോമിക്കൽ വേസ്റ്റ്, ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ് ആണ്. അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗുകളിലാണ്. പിന്നെ എന്താണ് അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് നോക്കിയേ. ഇൻസിനറേഷൻ ഓർ ഡീപ് ബ്യൂറിയൽ. ഇൻസിനറേഷൻ എന്താ? എന്താണ്? ദഹിപ്പിക്കുന്നത് അല്ലെ, കത്തിച്ച് ചാരമാക്കുന്നത്, ആഷ് ഫോമിലേക്ക് ആക്കി മാറ്റുന്നത് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാർക്കും? ഓർമ്മയില്ലേ? എന്താണ് ഇൻസിനറേറ്റർ? അവിടെ ഒരു ഫസ്റ്റ് ബോക്സുകളിലാക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നില്ലേ? കണ്ടോ? ഇൻസിനറേറ്റർ ആഷ്, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി മെത്തേഡ്സ് ഒക്കെ, ഡിസ്പോസൽ മെത്തേഡ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിന്റെ താഴെ ഡിസ്പോസൽ മെത്തേഡ് ഒക്കെ പഠിക്കാനുണ്ട് നമുക്ക്. അപ്പൊ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിച്ച് ചാരമാക്കുന്ന ഒരു ഡിസ്പോസൽ മെത്തേഡ് ആണ്. അതുപോലെ തന്നെ ഡീപ് ബ്യൂറിയൽ അറിയാലോ, ദഹിപ്പിച്ച് കളയുന്നത് കേട്ടോ. ഓക്കെ, ബ്യൂറിയൽ എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുക. മോർച്ചറി സർവീസസിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, മോർച്ചറിയൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ടില്ല, എടുക്കുമ്പോ നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? കാറ്റഗറി 2 ഏതാണ് വരുന്നത്? അനിമൽ വേസ്റ്റ്. എന്തൊക്കെ പെടുന്നുണ്ട്? അനിമൽ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ്, അതുപോലെ തന്നെ കാർക്കസസ്. കാർക്കസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെഡ് ബോഡി, അനിമൽസിന്റെ ഡെഡ് ബോഡി, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ബ്യൂറിയൽ എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുക, ദഹിപ്പിച്ച് കളയുന്നത്. അങ്ങനെയുള്ള വേസ്റ്റുകളാണ് അനിമൽ വേസ്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഏത് പ്ലാസ്റ്റിക് ബാഗുകളിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗുകളിലാണ്. ഇനി അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്താ? നമ്മൾ മുൻപ് പഠിച്ചതുപോലെ തന്നെ ഇൻസിനറേഷൻ, അതുപോലെ തന്നെ ഡീപ്പ് ബ്യൂറിയൽ. ഓക്കെ, ഓരോ ചിലപ്പോ വേസ്റ്റുകളിൽ എന്താണ് സെപ്പറേറ്റ് ആക്കി വരുന്ന കണ്ടെയ്നേഴ്സിന്റെ കളർ വ്യത്യാസം വരാം. ചിലപ്പോ ഓരോന്നും സെയിം ആവാം കേട്ടോ. അപ്പൊ സെയിം ഉള്ളത് കറക്റ്റ് ആക്കി നമ്മൾ ഓർഡറിൽ വെച്ച് പഠിക്കാം. ബാക്കിയുള്ള കാര്യങ്ങള് സെപ്പറേറ്റ് ആക്കി പഠിക്കാം കേട്ടോ. ഓരോ കോഡുകളോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പഠിക്കാം. ഇനി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കളയാൻ പാടില്ല, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അനിമൽ വേസ്റ്റ് എന്ന് പറഞ്ഞാല് സെപ്പറേറ്റ് ബാഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏത് കളറാണ്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ആണ്. അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞാല് ഇൻസിനറേഷൻ ഓർ ഡീപ് ബ്യൂറിയൽ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാറ്റഗറി ആണ് കാറ്റഗറി നമ്പർ 3. എന്താണ്? മൈക്രോബയോളജി. മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. ഓക്കെ, എന്താ മൈക്രോബയോളജി എന്ന് പറഞ്ഞാല്? എന്താ മൈക്രോബയോളജി?
Waste from laboratory cultures, stock and specimen of like microorganisms of human and animal cells cultures used in research and infectious agents from research and industrial laboratories, biological production by produced waste, toxin and devices utilized to transfer cultures. എന്താ പറയുന്നത് മൈക്രോബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറസ് ബാക്ടീരിയ അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് പല സാമ്പിളുകളൊക്കെ എടുത്തിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ സാമ്പിൾ വേസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വേസ്റ്റുകളാണ് മൈക്രോബയോളജി വേസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് വൈറസിന്റെയോ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഒക്കെ അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ സാമ്പിൾസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള വേസ്റ്റുകൾ വരുന്നത്, സാമ്പിൾ വൈസുള്ള വേസ്റ്റുകൾ വരുന്നതിനെയാണ് മൈക്രോബയോളജി വേസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബയോടെക്നോളജി വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ DNA മോഡിഫൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ എന്താ സെൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. DNA കുറിച്ച് പഠിക്കുമ്പോഴും അതുപോലെ തന്നെ സെൽസ് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടും പലതരത്തിലുള്ള വേസ്റ്റുകൾ സംഭവിക്കുന്നത്, വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് ബയോടെക്നോളജി വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള വേസ്റ്റുകൾ നമ്മള് സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. യെല്ലോ പ്ലാസ്റ്റിക് ബാഗുകളിലോ അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗുകളിലോ ആക്കിയിട്ടാണ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റുകൾ വരുന്നത് എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള പ്ലാസ്റ്റിക് ബാഗുകളിലാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? യെല്ലോ അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗുകളിലാണ്. ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ എന്താ ഡിസ്പോസൽ മെത്തേഡ് ഉണ്ട്. ഓക്കെ, എത്തരത്തിലുള്ള മെത്തേഡുകൾ അതിന് യൂസ് ചെയ്യുന്നത്? ലോക്കൽ ഓട്ടോക്ലേവിംഗ് ഓർ മൈക്രോവേവിംഗ് അല്ലെങ്കിൽ ഇൻസിനറേഷൻ മെത്തേഡ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. എന്താണ് ഓട്ടോക്ലേവിംഗ്? ഓർമ്മയുണ്ടാ? ഹാർട്ടാ മാറിപ്പോയതാണോ? സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അല്ലെ. എന്ത് സ്റ്റെറിലൈസേഷൻ? എങ്ങനെയാ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ സ്റ്റീം സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് അണുക്കളെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അതുപോലെ മൈക്രോവേവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ച് കളയുന്നത്. ഓക്കെ, അതാണ് മൈക്രോവേവിംഗ് എന്ന് പറഞ്ഞാല്. മൈക്രോവേവിംഗ് എന്ന് പറഞ്ഞാല് ഹൈ ഫ്രീക്വൻസി വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഹെൽപ്പോട് കൂടി, ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ചു കളയുന്ന പ്രോസസ്സ്. ഇൻസിനറേഷൻ അറിയാലോ, നമ്മൾ ദഹിപ്പിച്ച് കളഞ്ഞ് ചാരമാക്കുന്നു. ഓക്കെ, അങ്ങനെ 3 മെത്തേഡ്സ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്: ലോക്കൽ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, ഇൻസിനറേഷൻ. ഓർത്ത് വെക്കുക കേട്ടോ. കാറ്റഗറി നമ്പർ 4, വേസ്റ്റ് ഷാർപ്സ്. ഏതൊക്കെയാണ് ഷാർപ്പ് വേസ്റ്റുകളായിട്ട് വരുന്നത്? ഷാർപ്സ് ഏതൊക്കെയായിരിക്കാം? നീഡിൽസ്, പിന്നെ എല്ലാവർക്കും നീഡിൽ മാത്രമുള്ള ബ്ലേഡ്, പിന്നെന്താ സിറിഞ്ച് അല്ലെ, കത്തി അല്ലെ, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഷാർപ്പ് വേസ്റ്റുകളായിട്ട് വരുന്നത് അല്ലെ. ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആകുന്ന അല്ലെ, നമ്മള് CST-ലൊക്കെ പഠിച്ചു, ചിലപ്പോ അറ്റം വളഞ്ഞു പോയതോ അല്ലെങ്കിൽ മൂർച്ചയില്ലാത്തതോ വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായ നീഡിൽസ് ഉണ്ടാവാം, ബ്ലേഡുകൾ ഉണ്ടാവാം, കത്തികൾ ഉണ്ടാവാം, സിസേഴ്സുകൾ ഉണ്ടാവാം, അങ്ങനെയുള്ള അല്ലെ, അങ്ങനെയുള്ള ഐറ്റംസ്. ഇതൊക്കെയാണ് വേസ്റ്റ്, ഷാർപ്പ് വേസ്റ്റുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള വേസ്റ്റുകൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കുന്നത്?
blue or white translucent puncture proof container. എന്താണ് ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞാല്? ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർദ്ധസുതാര്യം. അർദ്ധസുതാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റും, പക്ഷെ അത് കൃത്യമായിട്ട് എന്താണ് ആ ബാഗിനകത്ത് എന്നുള്ളത് കാണാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ആ ബാഗിനകത്ത് നമ്മള് സൂക്ഷിച്ച് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കിടക്കുന്നുണ്ട്, ആ കണ്ടെയ്നറിൽ കിടക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും. കൃത്യമായിട്ട് എന്താണ്, സിസേഴ്സ് ആണോ, ബ്ലേഡ് ആണോ, നീഡിലാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് നമ്മള് ട്രാൻസ്ലൂസന്റ് അല്ലെങ്കിൽ അർദ്ധസുതാര്യം എന്ന് പറയുന്നത്. അപ്പൊ ബാഗിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും, ബട്ട് എന്താണ്, ക്ലിയർ ആവില്ല. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ്, ഷാർപ്പ് വേസ്റ്റുകളെ ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലൂസന്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സിൽ ആക്കിയിട്ടാണ് സൂക്ഷിക്കുന്നത്. ബ്ലൂ ഓർ വൈറ്റ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി എന്താണ് ഡിസ്പോസൽ മെത്തേഡ്? അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്താ? ഡിസിൻഫെക്റ്റിംഗ് കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ? കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ എന്താ ഐറ്റത്തിന്റെ ഒക്കെ അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി പറ്റും, കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട് അല്ലെ, ഡിസിൻഫെക്റ്റ് ആക്കിയിട്ട്. പിന്നെന്താ? ഓട്ടോക്ലേവിംഗ്, സ്കിൻ സ്റ്റെറിലൈസേഷൻ ചെയ്തുകൊണ്ട്, മൈക്രോവേവിംഗ്, ഹൈ ഫ്രീക്വൻസി വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ച് കളയുന്നത്. പിന്നെന്താണ്? മ്യൂട്ടിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കി മാറ്റുന്ന പ്രോസസ്സ്. ഓക്കെ, മ്യൂട്ടിലേഷൻ എന്ന് പറഞ്ഞാല് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് മ്യൂട്ടിലേഷൻ. ഓർ ഷ്രെഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുന്നു. അത് തന്നെ, പൊടിച്ചു കളയുന്നത്. എന്താണ്? ചെറിയ ചെറിയ പീസസുകളാക്കി മാറ്റുന്നു, വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് കാറ്റഗറി നമ്പർ 5, discarded medicine and cytotoxic drugs. Okay, waste make up of wasted, contaminated and out of date medicines. എന്താണ് discarded medicines എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ എക്സ്പയറി ആയിട്ടുള്ള ഡ്രഗ്സുകൾ അല്ലെ? അതുപോലെ തന്നെ സൈറ്റോടോക്സിക് ഡ്രഗ്സ് അറിയാലോ. എന്താണ്? ലിവിംഗ് തിങ്സിനെ നശിപ്പിക്കാൻ കഴിവുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഇത് സൈറ്റോടോക്സിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള ഡ്രഗ്സുകൾ. അപ്പൊ അത്തരത്തിലുള്ള ഡ്രഗ്സുകളെ നമ്മളിപ്പോ എങ്ങനെയാണ് ഇതൊക്കെ വേസ്റ്റുകളാകുന്നത്? എക്സ്പയറി ഡേറ്റ് കഴിയുന്നത് അല്ലെ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ? അങ്ങനത്തെയുള്ള ഡ്രഗ്സുകളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ എങ്ങനെയുള്ള പ്ലാസ്റ്റിക് ബാഗുകളിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗോ അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗുകളിലോ ആക്കിയിട്ടാണ് ഇത് സൂക്ഷിച്ചു വെക്കുന്നത്. പിന്നെ എന്താണ് ഡിസ്പോസൽ മെത്തേഡ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസിനറേഷൻ, അറിയാലോ, ചാരമാക്കി മാറ്റുന്നത്. ഡിസ്ട്രിഷൻ ആൻഡ് ഡ്രഗ്സ് ഡിസ്പോസൽ ഇൻ സെക്യൂർഡ് ലാൻഡ് ഫിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊഴിഞ്ഞ ഒരു പ്രദേശം നോക്കിയിട്ട് അവർ സെലക്ട് ചെയ്ത് വേസ്റ്റുകള് ഡംപ് ചെയ്യുന്ന പ്രോസസ്സ് ഹ്യൂമൻ ഹെൽത്തിനോ അല്ലെങ്കിൽ എൻവയോൺമെന്റിനോ ഒന്നും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ എന്താണ് ഹ്യൂമൻസിന്റെ ഹെൽത്തിനെയും അല്ലെങ്കിൽ പരിസ്ഥിതിയെയും ബാധിക്കാത്ത രീതിയിലാണ് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നത്. എന്താണ് ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാല്? ആളൊഴിഞ്ഞ ഒരു പ്രദേശം നോക്കിയിട്ട് വേസ്റ്റുകളെ ഡംപ് ചെയ്യുന്ന ഒരു പ്രോസസ്. ഒരു പ്രദേശം അവർ സെലക്ട് ചെയ്യുന്നു, ആളൊഴിഞ്ഞ ഒരു പ്രദേശം അവർ സെലക്ട് ചെയ്ത് വേസ്റ്റുകളെ ഡംപ് ചെയ്യുന്നു. ഹ്യൂമൻസിനും അതുപോലെ തന്നെ പരിസ്ഥിതിക്കോ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാത്ത രീതിയിലാണ് അത് വേസ്റ്റുകളെ ഡംപ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്രോസസ് ആണ് ഇത് ലാൻഡ് ഫിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റഗറി നമ്പർ 5 വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കാറ്റഗറി നമ്പർ 5 എത്ര വരെ നമ്മുടെ ആ പ്രോസസ്സ് തുടങ്ങി കാറ്റഗറി നമ്പർ 5 വരെ വായിച്ചു നോക്കാം.
പഠിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് ആണ് കാറ്റഗറി നമ്പർ 6, സോയിൽഡ് വേസ്റ്റ്. ഏതൊക്കെയാണ് വരുന്നത്? ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്, കോട്ടൺ, ബാൻഡേജ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ കാറ്റഗറി നമ്പർ 6 സോയിൽഡ് വേസ്റ്റിൽ വരുന്നത്. ഓക്കെ, അത് എത്തരത്തിലുള്ള ബാഗുകളിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസിനറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓട്ടോക്ലേവിങ് അല്ലെങ്കിൽ മൈക്രോവേവിങ് ഉപയോഗിച്ചിട്ടാണ് വേസ്റ്റുകളെ ഡിസ്പോസൽ ചെയ്ത് കളയുന്നത്. ഓക്കെ, ഇനി എന്താ കാറ്റഗറി നമ്പർ 7 സോളിഡ് വേസ്റ്റ്. ഏതൊക്കെയാ വരുന്നത്? എന്താണ് വേസ്റ്റ്? ഇൻക്ലൂഡിങ് ട്യൂബിംഗ്, കത്തീറ്റർ, ഇൻട്രാവെനസ് സിസ്റ്റം. അല്ലെ, അവിടെ കൊടുത്തിട്ടുണ്ട്, അടിയിൽ നോക്കിയേ. സോളിഡ് വേസ്റ്റിന്റെ അടിയിലായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്പോസിബിൾ products other than sharp waste including tubing, catheter, intravenous system. അപ്പൊ എന്താണ് കത്തീറ്റേഴ്സ്? അറിയാമല്ലോ, നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? റേഡിയോളജിയിൽ അല്ലെ. കത്തീറ്റർ എന്താ ഓർമ്മയുണ്ടോ? ഇതിന് മുൻപ് പഠിച്ചത് റേഡിയോളജി സർവീസസിൽ പഠിച്ചത് കത്തീറ്റർ എന്താണ്? സ്മോൾ പ്ലാസ്റ്റിക് ടൈനി ട്യൂബ് ആണ് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ ഇൻട്രാവെനസ് ട്യൂബുകള് അല്ലെ. ഓക്കെ, ട്രിപ്പ് ഇടുന്നത്, അങ്ങനെയുള്ള ട്യൂബുകൾ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്, സോളിഡ് വേസ്റ്റിൽ വരുന്നത്. അത്തരത്തിലുള്ള വേസ്റ്റുകൾ നമ്മള് റെഡ് പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്താ? ഡിസ്ഇൻഫെക്റ്റിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ്. കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് അണുക്കളെ ഡിസ്ഇൻഫെക്റ്റ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ മൈക്രോവേവിംഗ് ആൻഡ് മ്യൂട്ടിലേഷൻ ഓർ ഷെൽഡിംഗ് അല്ലെ. വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുന്നു. ക്ലിയർ ആയോ? ഇനി കാറ്റഗറി നമ്പർ 8 ലിക്വിഡ് വേസ്റ്റ്. ഓക്കെ, വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലബോറട്ടറി activities as well as washing, cleaning, housekeeping and disinfecting tasks. ഇനി ലിക്വിഡ് വേസ്റ്റിലേക്ക് വരാം. നമ്മൾ വാഷ് ചെയ്യുന്ന വാട്ടേഴ്സുകള്, ക്ലീനിങ്, ഓരോ സാധനങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടേഴ്സുകൾ ഉണ്ടാവില്ലേ, അതാണ് ലിക്വിഡ് വേസ്റ്റ് ആയിട്ട് പറയുന്നത്. ഇനി എന്താണ് അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്? എന്താണ് അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഈ ലിക്വിഡ് വേസ്റ്റുകള് നമ്മള് എന്താ സെപ്പറേറ്റ് ചെയ്ത് ബാഗുകളിലാക്കാത്തത്? എന്തുകൊണ്ടായിരിക്കാം? ലിക്വിഡ് വേസ്റ്റുകൾ അങ്ങനെ സെപ്പറേറ്റ് ബാഗുകളിലാക്കാൻ പറ്റുമോ? ഇല്ല, ലിക്വിഡ് ആയതുകൊണ്ടല്ലേ. ലിക്വിഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അതാണ് അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, ഇനി എന്താ അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്താ? ഡിസ്ഇൻഫെക്റ്റിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ്. കെമിക്കൽസ് ഉപയോഗിച്ചുകൂടെ നമുക്ക് അവിടേക്ക് ഡിസ്ഇൻഫെക്റ്റ് ആക്കും അല്ലെ. അതുപോലെ തന്നെ ഡിസ്ചാർജിങ് ടു ഡ്രൈനേജ്, ഡ്രൈനേജ് വെച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് അത് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഇനി എന്താ കാറ്റഗറി നമ്പർ 7 ഇൻസിനറേഷൻ ആഷ്. എന്താണ് ഇൻസിനറേഷൻ ആഷ് എന്ന് പറഞ്ഞാല്? നമ്മൾ വേസ്റ്റുകളിൽ കത്തിച്ച് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടാ? ചാരം അല്ലെ. ആഷ് അല്ലെ, ചാരം. ഓക്കെ, ആ ചാരം എന്താണ്? അതൊരു വേസ്റ്റ് ആണല്ലേ. ആ വേസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന ബാഗ് ഏതാണ്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ് ആണ്. ഇനി ഡിസ്പോസൽ മെത്തേഡ് എന്താ? ഡിസ്പോസൽ മുനിസിപ്പൽ ലാൻഡ് ഫില്ല്. ഓക്കെ, എന്താണ് ഡിസ്പോസൽ മുനിസിപ്പൽ ലാൻഡ് ഫിൽ? ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളൊഴിഞ്ഞ ഒരു പ്രദേശം നോക്കിയിട്ട് അവര് വേസ്റ്റുകളെ ഡംപ് ചെയ്യുന്ന പ്രോസസ് ഇല്ലേ, നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇനി കാറ്റഗറി നമ്പർ 10 എന്താണ്? കെമിക്കൽ വേസ്റ്റുകള്. ഓക്കെ, കെമിക്കൽസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചേഴ്സ് ഓഫ് ബയോളജിക്കൽ പ്രൊഡക്ട്സ്. കെമിക്കൽസ് യൂസ്ഡ് ഇൻ ടു clean the surfaces, chemicals used as the pesticides etc. അപ്പോ കെമിക്കൽ വേസ്റ്റുകള് എന്താണ്? കെമിക്കൽ വേസ്റ്റുകൾ എന്ന് പറയുമ്പോൾ
എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസുകൾ വരും. അതുപോലെ തന്നെ ലിക്വിഡ് വേസ്റ്റുകളും വരുന്നുണ്ട്. അതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, കാറ്റഗറി 8 ആൻഡ് 10 എന്താണ്? ലിക്വിഡ് ഡു നോട്ട് റിക്വയർ കണ്ടെയ്നർ ഓർ ബാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിക്വിഡ് വേസ്റ്റുകൾ വന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നോക്കാം ഡിസ്പോസൽ മെത്തേഡിന്റെ അവിടെ ലിക്വിഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കെമിക്കൽ വേസ്റ്റിൽ രണ്ടും വരുന്നുണ്ട്. എന്താണ് കെമിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പയറി ആയിട്ടുള്ള ഡ്രഗ്സുകളും വരും, അതുപോലെ തന്നെ ഈ ലിക്വിഡ്സ് വരുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. ഡ്രഗ്സുകൾ, എക്സ്പയറി ആയിട്ടുള്ള ഡ്രഗ്സുകളാണ് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി സൂക്ഷിക്കുന്നത്. ലിക്വിഡ് വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യില്ല, ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ബാഗുകളിലാക്കിയിട്ട് സൂക്ഷിക്കില്ല. ഇനി കെമിക്കൽ ട്രീറ്റ്മെന്റ് ഡിസ്പോസൽ മെത്തേഡ് നോക്കിയേ. കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് ഇൻ ടു ഡ്രൈൻസ് ഇൻ ഫോർ ലിക്വിഡ്സ് ആൻഡ് സെക്യൂർഡ് ലാൻഡ്ഫിൽസ് ഫോർ സോളിഡ്സ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ലിക്വിഡ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രൈനേജ് വെച്ചിട്ടാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസിൻഫെക്ട് ആക്കുന്നത്, അല്ലെങ്കിൽ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് ഡിസിൻഫെക്ട് ആക്കുകയും ഡ്രൈനേജ് വെച്ചിട്ടത് എന്താണ് കളയുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ എന്താ എക്സ്പയറി ആയിട്ടുള്ള ഡ്രഗ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ലാൻഡ്ഫിൽസ് എന്ന് പറഞ്ഞാല് ആളൊഴിഞ്ഞ ഒരു പ്രദേശം നോക്കിയിട്ട് അവര് വേസ്റ്റുകളെ ഡംപ് ചെയ്ത് കളയുന്നുണ്ട്. ക്ലിയർ ആയോ? കാറ്റഗറി 10 വരെ വായിച്ചു നോക്കിയേ. 5 to 10 വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്താ ഹരിത കിടന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയില് കിടന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്കായാലും എനിക്കായാലും അത് അതിന്റെ ആ കണ്ടിന്യൂറ്റി പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് എടുക്കണതിന്റെ ഇടയിൽ പറയരുത്. ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കാം. ഓക്കെ, എന്തായിരുന്നു ഡൗട്ട്? അഡീഷണൽ ബോക്സ് ഉണ്ടെന്നോ? മോനെ, അത് അഡീഷണൽ ബോക്സ് അല്ല, കാറ്റഗറി 6ന്റെ കണ്ടിന്യൂഷൻ ആണത്. ഓക്കെ, അഡീഷണൽ അല്ല കേട്ടോ, കാറ്റഗറി നമ്പർ 6ന്റെ.
വായിച്ചു കഴിഞ്ഞവര് മൂന്നാമത്തെ സെക്ഷൻ പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം വേസ്റ്റ് കളക്ഷൻ ആയിരുന്നു, പിന്നീട് രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് സഗ്രിഗേഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. പാരഗ്രാഫ് വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്ന സിമ്പിൾ വേർഡ്സിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ. കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം. വായിച്ചു ഫാത്തിമ. ഓക്കെ. വായിച്ചു. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ട്രൈ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഓരോരുത്തരായിട്ട് പറഞ്ഞു തുടങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ, തസ്നി ഇത് പറഞ്ഞു നോക്കിയേ. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ. ഹലോ, അൻസി ആണല്ലേ, തസ്നി അല്ല. ഓക്കെ. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. മാം ഇത് ഇംഗ്ലീഷിൽ വായിക്കണോ ഇല്ല മലയാളത്തിൽ പറഞ്ഞാൽ മതി? മലയാളത്തിൽ പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജിൽ ബയോമെഡിക്കൽ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അൺപ്രോസസ്ഡ് ആയിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് സ്പെഷ്യലി അറേഞ്ച്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസിൽ മാത്രമേ നമ്മൾക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ പ്രത്യേകമായിട്ടുള്ള വേസ്റ്റ് ബാഗിൽ, ബയോമെഡിക്കൽ ബാഗിൽ വെച്ച് അത് ബാഗ് നോട്ട് ചെയ്തിട്ട് മാത്രമേ ട്രാൻസ്പോർട്ടേഷൻ അയക്കാൻ പാടുള്ളൂ. Before transporting, the bag containing biomedical waste has to be accompanied by a document signed by nurse or doctor. അതായത് ഇത് അയക്കുന്നതിന്റെ മുന്നേ, ഇങ്ങനെ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ അതിന് മേലധികാരികളായിട്ടുള്ള ഒന്നെങ്കിൽ നഴ്സോ ഇല്ല ഡോക്ടറോ അത് സ്പെഷ്യലി സൈൻ ചെയ്ത് കൊടുക്കണം. ആ സൈനില് ഡെസ്റ്റിനേഷൻ എവിടേക്കാണ്, ക്വാണ്ടിറ്റി, ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ്, ടൈം എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കണം. അത് സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ അതിന് നമ്മൾ എൻക്ലോസ് ചെയ്യണം. ഇറ്റ് ഷുഡ് ഓൾസോ ബി പോസിബിൾ ടു വാഷ് ദ ഇന്റീരിയർ ഓഫ് ദി കണ്ടെയ്നർ കംപ്ലീറ്റ്ലി. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ഈ ട്രാൻസ്പോർട്ട് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് അത് വാഷ് ചെയ്തിട്ടുള്ളത് എന്നത് നമ്മൾ കംപ്ലീറ്റ്ലി വാഷ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ആയി പറയും. മാം, സംസ്കരിക്കാത്ത ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകേണ്ടത് പ്രത്യേകമായിട്ടുള്ള ട്രോളിയിലോ അല്ലെങ്കിൽ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളിലോ ആയിരിക്കണം. വീൽബാരോ പോലെയുള്ള കവേർഡ് ആയിട്ടുള്ള വെഹിക്കിളിലായിരിക്കണം. ട്രാൻസ്പോർട്ടേഷന് തൊട്ട് മുന്നായിട്ട് ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ സൂക്ഷിച്ചിട്ടുള്ളത് കെട്ടിയിരിക്കണം. ഓക്കെ, ഇത് കൊണ്ടുപോകുന്നതിന് മുന്നേ ആയിട്ട് അവിടെ ഉള്ള നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ പ്രത്യേകമായിട്ട് സൈൻ ചെയ്ത് അവിടുത്തെ ഡേറ്റ്, അവരുടെ ഷിഫ്റ്റ്, ക്വാണ്ടിറ്റി, ഡെസ്റ്റിനേഷൻ എന്നിവ രേഖപ്പെടുത്തിയിരിക്കണം. ഈ കൊണ്ടുപോകുന്ന ഈ പ്രത്യേകമായിട്ടുള്ള വണ്ടി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇതിന്റെ ഉൾഭാഗം, അതായത് ഈ വണ്ടിയുടെ ഉൾഭാഗം വാഷ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, വെരി ഗുഡ്. ഫർസാന മാം, ഫീവർ കാരണം തൊണ്ടയ്ക്ക് വേദന, ഒന്ന് സംസാരിക്കാൻ പറ്റില്ല. വേറെ ആർക്കും പറയാൻ പറ്റുമോ? ഒരാൾ കൂടി.
നിങ്ങൾക്കുള്ള അവസരമാണ് തരുന്നത്. ഇടയ്ക്കുള്ള അവസരം കിട്ടുള്ളൂ. ഓക്കെ, സീത. സംസ്കരിക്കാത്ത ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ട്രോളിയിലോ മറ്റ് വീൽ ചെയറുകളിലോ കൊണ്ടുപോകാൻ പാടുള്ളൂ. ബയോമെഡിക്കലിൽ സൂക്ഷിക്കുന്ന കണ്ടെയ്നർ കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ അത് കെട്ടി സുരക്ഷിതമായിട്ട് അത് ഉറപ്പുവരുത്തണം. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന ബാഗുകളിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടർമാരോ അത് ചെക്ക് ചെയ്ത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനു മുന്നേ അത് കൊണ്ടുപോകുന്ന തീയതി, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, അതിൽ ഷിഫ്റ്റ് ചെയ്തത്, അതിന് കൃത്യമായ അളവ് എല്ലാം രേഖപ്പെടുത്തിയ ഒരു പേപ്പർ കൂടെ ഉണ്ടാവണം. നന്നായി അത് വാഹനങ്ങൾ പോകുന്നതിന് മുന്നേ അതിന്റെ ഡോറ് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം അത് പുറത്തേക്ക് പോകുന്ന വഴി സ്പ്രെഡ് ആകാതിരിക്കാനായിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിരിക്കണം. കണ്ടെയ്നറിന്റെ ഉൾഭാഗം പൂർണ്ണമായിട്ടും കഴുകാനും കഴിയുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായോ? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണ്ടല്ലോ. ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. ഇത്രയും വരെ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ എത്ര വരെ എടുത്തത്? സോറി, എടുക്കട്ടെ കേട്ടോ. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് അല്ലെ. വേസ്റ്റ് കളക്ഷൻ പറഞ്ഞു, സഗ്രിഗേഷൻ പറഞ്ഞു, ആ ബോക്സ് നമ്മൾ പഠിച്ചു അല്ലെ. ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്പോസൽ മെത്തേഡ് പഠിച്ചു വെക്കാം, ഏതൊക്കെ കളർ ബാഗുകളിലാണ് ഏതൊക്കെ വേസ്റ്റുകളാണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ വരാറുണ്ട്, ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് എന്താ? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ആ വേസ്റ്റ് നമ്മൾ എന്താണ് കൊണ്ടുപോകുന്നതിന് മുൻപ് ഡോക്ടറോ നേഴ്സോ എന്ത് ചെയ്യണം? ഡേറ്റ്, ഷിഫ്റ്റ്, ക്വാണ്ടിറ്റി, ഡെസ്റ്റിനേഷൻ, ഇത് ആ ഡോക്യുമെന്റ് ആയിട്ട് ആ വേസ്റ്റിനെ കൂടി അറ്റാച്ച് ചെയ്ത് വെക്കണം എന്നുള്ളത് കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു മാം. തീർന്നു.